നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. 3.5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞെന്ന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. ആര്യാട് ജലസംഭരണിയുടെയും ജലവിതരണ ശൃംഖലയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 9 വർഷം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും കേരളം രാജ്യത്തിന് മാതൃകയായെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കിഫ്ബി വഴി മാത്രം 2460 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം സ്കൂളുകളിൽ നടപ്പാക്കിയെന്നും മന്ത്രി. കാലവർഷം ദുർബലമായെങ്കിലും കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ. MDMAയുമായി ആലപ്പുഴയിൽ യുവദമ്പതിമാർ പിടിയിൽ. ആലപ്പുഴ സ്വദേശി സിയ, ഇരിങ്ങാലക്കുട സ്വദേശിനി സഞ്ജുമോൾ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ജൂൺ 3 അന്തർദേശീയ സൈക്കിൾ ദിനം. 19ാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ജനകീയ വാഹനമാണ് സൈക്കിൾ. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും സൈക്കിളും സൈക്കിൾ യാത്രയും പലരുടെയും ജീവിതത്തിന്റെ ഭാഗം. വാർത്തകൾ വിശദമായി. 3.5 വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആര്യാട് പഞ്ചായത്തിലെ ജലസംഭരണിയുടെയും ജലവിതരണ ശൃംഖലയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മൂന്നര വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആര്യാട് പഞ്ചായത്തിലെ ഉന്നതതല ജലസംഭരണിയുടെയും ജലവിതരണ ശൃംഖലയുടെയും നിർമ്മാണോദ്ഘാടനം കൈതത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത 8 മാസത്തിനുള്ളിൽ ശേഷിച്ച കുടുംബങ്ങളിലേക്ക് കൂടി കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഉന്നതതല ജലസംഭരണി യാഥാർത്ഥ്യമാകുമ്പോൾ ആലപ്പുഴ നഗരസഭ ഉൾപ്പെടെ 8 പഞ്ചായത്തുകളിൽ ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ആര്യാട് പഞ്ചായത്തിലെ ജലവിതരണ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൈതത്തിൽ ക്ഷേത്രത്തിനടുത്ത് പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന് സമീപം 9 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി, പഞ്ചായത്തിൽ 19 കിലോമീറ്റർ വിതരണം ചെയ്യുന്നതിന് റോഡ് പുനർനിർമ്മാണ പ്രവൃത്തികൾ എന്നിവയ്ക്കായി 18.62 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സ്റ്റാൽ, വൈസ് പ്രസിഡന്റ് ഷീന സനൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ബിബിൻ രാജ്, KA അശ്വിനി, G ബിജുമോൻ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ M ഹരികൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി GV വിനോദ്, പഞ്ചായത്ത് അംഗം കവിത ഹരിദാസ്, വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം R സുഭാഷ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. 9 വർഷം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും കേരളം രാജ്യത്തിന് മാതൃകയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കിഫ്ബി വഴി മാത്രം 2460 കോടിയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കിയെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. കിഫ്ബി വഴി മാത്രം 2460 കോടി രൂപയുടെ വിഷയം സ്കൂൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പുതിയ സ്കൂൾ. ഇതിനു പുറമെ പ്ലാൻ ഫണ്ട്, നവാർഡ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ടുകൾ, SSK തുടങ്ങിയ ഏജൻസികളുടെ ഫണ്ടിൽ നിന്ന് 5000 കോടി രൂപയാണ് ആസ്തി വികസന 5000 കോടി രൂപയാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് 1500 കോടി രൂപ തരാനുണ്ട് SSKക്ക് ചിലവഴിക്കുന്നതിന് വേണ്ടി. തരില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ മന്ത്രി വളരെ വികാരപരമായി അദ്ദേഹം പഠിച്ച സ്കൂളിനോടുള്ള ഒരു ആഭിമുഖ്യമുണ്ട്. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെ. നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ച സ്കൂളിനോടാണ് നമുക്കൊരു ഇൻറ്റിമസി ഉള്ളത്. നമ്മുടെ കോളേജ് തീരുമാനിച്ചിട്ട് നമുക്ക് മാറ്റം വരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. ഗവൺമെൻറ് എന്തുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണ്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മന്ത്രിയാണ് അദ്ദേഹം. ഈ സ്കൂൾ ഈ അടുത്ത പ്രാവശ്യം SLC 1ാം ക്ലാസ്സിലെത്തിക്ക് നിങ്ങൾ 100 ഞാൻ പറയുന്നില്ല, ഒരു 30 കുട്ടികളെങ്കിലും ചേർത്താൽ അതിന് ആവശ്യമുള്ള എന്ത് കെട്ടിടമോ കളിക്കോപ്പുകളോ എന്തുകൂടെ വാങ്ങിത്തരുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് വിദ്യാകരണം മിഷനിലൂടെ 1.3 കോടി വിനിയോഗിച്ച് നിർമ്മിച്ച ചെങ്ങന്നൂർ അങ്ങാടിക്കൽ തെക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി.
5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയെ എടുത്തു കാണിക്കുന്നതാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. 3 കോടി പാഠപുസ്തകങ്ങളാണ് 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ വിതരണം ചെയ്തത്. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ ലഭിച്ച സ്കൂളാണ് അങ്ങാടിക്കൽ തെക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈയെടുത്തതുകൊണ്ടാണ് ഈ സ്കൂളിൽ ഇത്രയും വികസനങ്ങൾ ഉണ്ടായതെന്നും മന്ത്രി സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. ചെങ്ങന്നൂർ നഗരസഭ അധ്യക്ഷ ശോഭ വർഗീസ്, KSCMC ചെയർമാൻ MH റഷീദ്, ചെങ്ങന്നൂർ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീദേവി ബാലകൃഷ്ണൻ, അങ്ങാടിക്കൽ തെക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M നിഷാന്ത് മോഹൻ, അങ്ങാടിക്കൽ തെക്ക് ഗവൺമെൻറ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക സുമം S കുറുപ്പ്, BPO G കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് M ശശികുമാർ, മോഹൻ കൊട്ടാരത്ത് പറമ്പിൽ, TK ഇന്ദ്രജിത്ത്, KH രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചെങ്ങന്നൂർ. കാലവർഷം ദുർബലമായെങ്കിലും കുട്ടനാട് ഉൾപ്പെടെയുള്ള ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ. 2 ദിവസമായി മഴ കാര്യമായി പെയ്തില്ലെങ്കിലും കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വീട്ടിലേക്ക് മടങ്ങാൻ ഇനിയും കാത്തിരിക്കണം. 2669 കുടുംബങ്ങളിലെ 9214 പേർ ഇപ്പോഴും ക്യാമ്പിലാണ്. വെള്ളമിറങ്ങിയ പ്രദേശങ്ങളിൽ വീടുള്ളവർ ശുചീകരിക്കാനായി ക്യാമ്പിൽ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ 8 ദിവസം കൊണ്ട് ചെളിയും മണ്ണും നീക്കം ചെയ്യാനാകാത്തതിനാൽ പലരും തിരികെ ക്യാമ്പിലേക്ക് പോന്നു. കുട്ടനാട്ടിലെ 24,551 കുടുംബങ്ങളിലെ 98,243 പേരാണ് ഭക്ഷണ വിതരണ കേന്ദ്രത്തെ ആശ്രയിച്ചിരിക്കുന്നത്. 575 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. AC റോഡിൽ മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിലും പൂപ്പള്ളി ചമ്പക്കുളം പാതയിലും രൂപപ്പെട്ട വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ട്. പ്രളയത്തെ അതിജീവിക്കാൻ 800 കോടി രൂപ മുടക്കി നിർമ്മിച്ച പാതയിൽ വെള്ളം കയറിയത് ചർച്ചയായിട്ടുണ്ട്. KSRTC ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ പോകുന്നതിന് തടസ്സമില്ലെങ്കിലും ഇരുചക്ര വാഹനയാത്ര പ്രയാസമാണ്. ചിലതിൽ വെള്ളം കയറി നിന്നുപോയി. പമ്പ, അച്ചൻകോവിൽ, മണിമലാറുകളിൽ ജലനിരപ്പ് കാര്യമായി താഴാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. ആയിരക്കണക്കിന് വീടുകളും പൊളിക്കുന്ന ചമ്പക്കുളം പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകളും മാവേലി സ്റ്റോറുകളും വെള്ളത്തിലാണ്. കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയായി നിശ്ചയിച്ചിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല. ടൈം ന്യൂസ് ആലപ്പുഴ. വിൻമീഡിയ ആലപ്പുഴ. ആലപ്പുഴയിൽ MDMAയുമായി യുവദമ്പതികൾ പിടിയിലായി. ആലപ്പുഴ സ്വദേശി സിയ, ഇരിങ്ങാലക്കുട സ്വദേശിനി സഞ്ജുമോൾ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. MDMAയുമായി ദമ്പതിമാർ ആലപ്പുഴയിൽ പിടിയിലായി. ആലപ്പുഴ സ്റ്റേഡിയം വാർഡിൽ മടത്തപ്പറമ്പിൽ സിയ, ഭാര്യ ഇരിങ്ങാലക്കുട വലിയ പറമ്പിൽ വീട്ടിൽ സഞ്ജുമോൾ എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ നോർത്ത് പോലീസും ചേർന്ന് പിടികൂടിയത്. 19 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. സ്കൂൾ തുറക്കലിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ YMCA ടൂറിസ്റ്റ് ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്നാണ് പ്രതികൾ പിടിയിലായത്. സിയ മാസങ്ങളായി കേരളത്തിന് പുറത്തുനിന്ന് ലഹരി വസ്തുക്കൾ നാട്ടിലെത്തിച്ച കച്ചവടം നടത്തുകയായിരുന്നു. വിൽപ്പനയ്ക്കായി ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. നർക്കോട്ടിക് സെൽ DYSP പങ്കജാക്ഷന്റെ നേതൃത്വത്തിലാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ DYSP മധുബാബു, നോർത്ത് ഇൻസ്പെക്ടർ രാജേഷ്, SIമാരായ ഗീതുമോൾ, സൈമൺ ആൻഡി, സീനിയർ CPO ബിജിമോൻ, CPO മാത്യു എന്നിവർ ചേർന്ന പ്രതികളെ പിടികൂടിയത്. ടൈം ന്യൂസ് ആലപ്പുഴ. ജൂൺ 3 അന്തർദേശീയ സൈക്കിൾ ദിനമാണ്. 19ാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ ജനകീയ വാഹനമാണ് സൈക്കിൾ. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും സൈക്കിളും സൈക്കിൾ യാത്രയും ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന നിരവധി പേരുണ്ട് നമുക്കിടയിൽ. സൈക്കിൾ ഒരു ജനകീയ വാഹനമാണ്. 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ആദ്യമായി സൈക്കിൾ നിർമ്മിച്ചത്. 1885 ചങ്ങലയിൽ പ്രവർത്തിക്കുന്ന സൈക്കിളാണ് ആദ്യം പുറത്തിറങ്ങിയത്. ബൈക്കുകളും കാറുകളുമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് മനുഷ്യൻ പൊതുഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് സൈക്കിളാണ്. ചിലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് ദോഷമില്ലാത്തതും നല്ല ശാരീരിക വ്യായാമമുള്ളതുമായ സൈക്കിൾ യാത്രയെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നവർ ഇന്നും നിരവധിയാണ്. അരനൂറ്റാണ്ടിലേറെയായി നാടകരംഗത്ത് സജീവമായി നിൽക്കുന്ന ചേർത്തല രാജൻ 1/4 നൂറ്റാണ്ടിലേറെയായി സൈക്കിളിലാണ് യാത്ര. ദിവസവും 12 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടും. സൈക്കിൾ യാത്ര ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണെന്ന് ചേർത്തല രാജൻ സാക്ഷ്യപ്പെടുത്തുന്നു. പലരും ചോദിക്കാറുണ്ട്, സൈക്കിൾ മാറ്റി നമുക്കൊരു അഭിമാനമില്ലേ? എന്തിന് അഭിമാനം?
സൈക്കിളിൽ നടക്കുന്നതുകൊണ്ട് അത്ര ആരോഗ്യം ഉണ്ടാകുന്നുണ്ട്. അസുഖങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും ഇത് വളരെ സഹായകരമാണ്. പുതിയ ചെറുപ്പക്കാരോട് പറയാനുള്ളത് എനിക്കിതാണ്, ഈ ബൈക്ക് നടന്ന് പെട്രോൾ അടിച്ച് കാശ് കളയുന്നതിനേക്കാൾ നല്ലത് കഴിയുമെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരെ പോകുന്നതിനൊക്കെ സൈക്കിളിൽ പോവുക. അവർക്ക് ആരോഗ്യം ഉണ്ടാകും, സുഖമുണ്ടാകും. നാട്ടുകാരെയും പരിചയക്കാരെയൊക്കെ കണ്ട് നമുക്ക് വളരെ സന്തോഷത്തിൽ കൈ കാണിച്ച് പോകാൻ സാധിക്കും. പക്ഷേ നമ്മൾ ജാട കാണിക്കണമെങ്കിൽ സ്കൂട്ടറും ബൈക്കും കാറും ഒക്കെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ജാടയുടെ കാര്യമൊന്നുമില്ല. മനുഷ്യൻ്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഹൃദയം അങ്ങ് നിന്ന് പോയ പണി ജാടയെല്ലാം തീർന്നു. അവിടെ ഞാനാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ആരാണെങ്കിലും മരിച്ചു പോയാൽ പണി തീർന്നു. അപ്പോൾ അത്രയും നാൾ സുഖമായിട്ട് ആരോഗ്യത്തോടു കൂടി ഇതൊരു അഭിമാനം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആരോഗ്യമുള്ള കാലത്തോളം എനിക്ക് സൈക്കിൾ തന്നെ ചവിട്ടി നടക്കണം, എൻ്റെ ആരോഗ്യത്തോടെ നടക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നാവികസേനയിൽ 25 വർഷം സേവനമനുഷ്ഠിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ ചേർത്തല രാജൻ അക്കാദമി ഭരണസമിതി അംഗം കൂടിയാണ്. ബാലസാഹിത്യ അക്കാദമി ഭരണസമിതി അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം ചേർത്തല ഏരിയ പ്രസിഡന്റ്, ബാലസംഘം ഏരിയ കോർഡിനേറ്റർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നു. 1973 കേരള യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു. 60 നാടകങ്ങളിലായി 7000-ലേറെ വേദികളിൽ അഭിനയ പാടവം തെളിയിച്ചു. വയലാർ രാമവർമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അമരഗന്ധർവൻ എന്ന നാടകത്തിൽ വയലാർ രാമവർമ്മയുടെ വേഷമിട്ടത് ചേർത്തല രാജനാണ്. ചേർത്തല നഗരസഭ 26-ാം വാർഡിൽ മഠത്തിൽ വീട്ടിലാണ് താമസം. നാടക നടിയായ IB രാജൻ ഭാര്യയും, അർജുൻ രാജ്, അനന്തു രാജ് എന്നിവർ മക്കളും. ജനകീയ വാഹനമായ സൈക്കിൾ യാത്ര തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രധാന ഘടകമാണെന്ന് ചേർത്തല രാജൻ പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുന്നു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് സൗഹൃദവേദി വായനശാലയുടെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സൗഹൃദവേദി നടപ്പാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ എത്ര പ്രശംസിച്ചാലും മതിവരില്ലെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു നല്ല അവരുടെ പുതുവർഷമാണ്, അവരുടെ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ ആരംഭമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ വർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ സൗകര്യങ്ങളോടുമുള്ള ലാബ് നാടിന് ലഭിച്ചിട്ടുണ്ട്. ലാബ് സന്ദർശിച്ചപ്പോൾ ഏറെ സംതൃപ്തി തോന്നി. 4 നൂറ്റാണ്ടിലേറെയായി ഒരു കൂട്ടം ആൾക്കാർ അർപ്പണ ബുദ്ധിയോടെ നിലകൊള്ളുന്നതിനാലാണ് ഇത്തരം നേട്ടങ്ങളിലൂടെ കടന്നുപോകാൻ കഴിയുന്നതെന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യ നന്മയുടെ മഹാമഴപ്പെയ്ത്താണ് സൗഹൃദവേദിയുടെ അമരക്കാരിലൂടെ നാടിന് ലഭിക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് പറഞ്ഞു. പോയ ബുദ്ധിയില്ലെന്ന് അവർ പറഞ്ഞ 16-കാരന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഏത് പാതിരാവിന്റെ പതിതാഘാതത്തിലും ഏത് മിഡ് നൈറ്റ് സ്ട്രോക്കിലും അവന്റെ പേര് അഭിമാനത്തോടെ നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയും. അവന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു. ചരിത്രം ഇന്നോളം ഐൻസ്റ്റീനേക്കാൾ വലിയൊരു ഇന്റലക്ച്വൽ പ്രോവസിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഉത്സവാഘോഷം പോലെയാണ് വായനശാലയുടെ വാർഷികം നാട് നെഞ്ചേറ്റുന്നത്. വീഴുന്നവരെ ചേർത്ത് പിടിക്കുന്ന സംസ്കാരമാണ് വായനശാലയുടെ മുഖമുദ്രയെന്ന് പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. മനുഷ്യർ അറിവ് നേടുന്നത് പുസ്തകങ്ങൾ വായിച്ചും മനുഷ്യരെ വായിച്ചെടുത്തുമാണ്. മനുഷ്യരെ വായിച്ചെടുക്കാൻ എല്ലാവർക്കും കഴിയില്ല. സൗഹൃദവേദി പ്രസിഡന്റ് കുഞ്ഞുമോൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് കഴിയുന്നതിനാലാണ് കാലം ഓർമ്മിക്കുന്ന നേട്ടങ്ങൾ നാടിന് നൽകാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 1000 വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് T. കുഞ്ഞുമോൻ അധ്യക്ഷനായി. അർജുൻ മഹാദേവൻ, ST റെജി, മുഹമ്മദ് SHO ലൈസാദ് മുഹമ്മദ്, R. വിനോദ്, PK ബിനോയ്, വിജീഷ് മുല്ലശ്ശേരി, ഷെജിമോൾ സജീവ്, D. തങ്കച്ചൻ, KD അനിൽകുമാർ, PM സുഗാന്തി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. ടൈം ന്യൂസ്, മുഹമ്മദ്. കേരള തണ്ടാൻ മഹാസഭ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ഓച്ചിറയിൽ നടന്നു. ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിലാണ് നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള തണ്ടാൻ മഹാസഭ സംസ്ഥാനതല നേതൃത്വ ക്യാമ്പ് മാറ്റുലി 2025 ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കേരള തണ്ടാൻ മഹാസഭ ജനറൽ സെക്രട്ടറി G. വരദരാജനും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ P. N. പ്രേമചന്ദ്രനും ചേർന്ന സമുദായാചാര്യന്റെ ചിത്രത്തിന് മുന്നിൽ തിരികൊളുത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. കേരള തണ്ടാൻ മഹാസഭ ജനറൽ സെക്രട്ടറി G. വരദരാജൻ സ്വാഗതം ആശംസിച്ചു. അധ്വാനിക്കുന്നു, ഒരുപക്ഷെ സമ്പത്തുകൊണ്ട് പിന്നോക്കമായിരിക്കാം, പക്ഷെ അധ്വാനം കൊണ്ടും മനസ്സുകൊണ്ടും മുന്നോക്കം നിൽക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രതീകമായിട്ടുള്ള തണ്ടാർ മഹാസഭയുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഓഫീസ് പണിയുന്നതിൽ സന്തോഷമുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ P. N. പ്രേമചന്ദ്രൻ അധ്യക്ഷനായി. മറ്റുള്ള
സമുദായങ്ങൾക്ക്, മുന്നോക്ക സമുദായത്തിലുള്ള നായർ സമുദായത്തിലാണെങ്കിലും ശരി, നമ്മുടെ ഈഴവ സമുദായത്തിലാണെങ്കിലും ശരി, നമ്മുടെ കൂടെ തന്നെ KPMS-നാണെങ്കിലും ശരി, ഫണ്ട് കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ല. ഇത് കാരണം നമ്മുടെ ഐക്യമില്ലായ്മയാണ്. നമ്മുടെ ആളുകൾക്ക് വോട്ടിൻ്റെ മൂല്യം അറിയത്തില്ല. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. നമ്മുടെ ആളുകൾക്ക് എന്ന് വോട്ടിൻ്റെ മൂല്യം തിരിച്ചറിയുന്നു, അന്ന് മാത്രമേ ഈ തണ്ടാൻ സമുദായത്തിന് രക്ഷപ്പെടാൻ പറ്റൂ. നേതൃ ക്യാമ്പ് CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാറ്റിലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടന്നു. ഡോക്ടർ PN പ്രേമചന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വരവ് ചിലക്ക് കണക്ക് അവതരിപ്പിച്ചു. അനുബന്ധ വിഷയങ്ങളും G വരദരാജൻ അവതരിപ്പിച്ചു. KTMS വൈസ് പ്രസിഡന്റ് N രാജേന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മ കൃഷിഭവന ഓഫീസ് മന്ദിരം നിർമ്മിക്കാൻ 1,43 ലക്ഷം രൂപ അനുവദിച്ചതായി കൃഷിമന്ത്രി P. പ്രസാദ്. മുഹമ്മ മണ്ഡലത്തിൽ മാത്രം 8,80 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി മന്ത്രി P. പ്രസാദ് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ കൃഷി വകുപ്പ് 7 കുളങ്ങൾ, ഈ മുഹമ്മ പഞ്ചായത്തിൽ 7 കുളങ്ങൾ കൃഷി വകുപ്പ്, നമ്മുടെ പച്ചനാളങ്ങര ദേവസ്വത്തിൻ്റെ ഈ കുളം ഉൾപ്പെടെ 7 കുളങ്ങളാണ് നമ്മളേക്കുന്നത്. അത് 4,68 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് മുഹമ്മ പഞ്ചായത്തിലെ 7 കുളങ്ങൾ നവീകരിക്കാൻ തീരുമാനിച്ചത്. അത് ഞാൻ ഈ പറഞ്ഞ പദ്ധതികൾക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് പൂർണ്ണമായി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് ഉൾപ്പെടെയുള്ള പണം ഉപയോഗിച്ചിട്ടാണ് ഇത്. വേറെ ഒരു പൈസയും ഒരിടത്തുനിന്നും ഒരു സഹായവും ഇതിനകത്തൊന്നും ഇല്ല. പലിശയിൽ പോലും ഇളവില്ല എന്ന കാര്യം കൂടി പോകുന്നത്. ഇതുകൂടാതെയാണ് പെരുന്തുരുത്തി പാടശേഖരത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് 2 കോടിയോളം രൂപ അക്കാര്യത്തിന് വേണ്ടിയും നൽകിയിട്ടുണ്ട്. പിന്നെ മുഹമ്മയിലെ കൃഷിഭവനാണ്. ആ കൃഷിഭവൻ സ്മാർട്ട് ആക്കേണ്ടതുണ്ട്. കൃഷിഭവൻ സ്മാർട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടം നല്ലതുണ്ടായിട്ട് മാത്രം കഥയൊന്നുമില്ല. സേവനം സ്മാർട്ട് ആകുമ്പോഴാണ് ഏത് കാര്യവും സ്മാർട്ട് ആവും. അല്ലാതെ നമുക്ക് നല്ല കെട്ടിടം ഉണ്ടാക്കി വെച്ചു, അതിനകത്ത് കമ്പ്യൂട്ടറും എല്ലാം വെച്ചു, സ്മാർട്ടാണെന്നൊരു ബോർഡും വെച്ചിട്ട് അറിയില്ല. അവിടെ മെച്ചപ്പെട്ട സേവനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സ്മാർട്ട്നെസ്? അപ്പം സ്മാർട്ട്നെസ് പ്രകടമാവേണ്ടത് അവിടെ സേവനത്തിനകത്താണ്. മുഹമ്മ കൃഷിഭവന ഓഫീസ് മന്ദിരം നിർമ്മിക്കാൻ 1,43 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി P. പ്രസാദ്. ഇതര ജില്ലകളിലെ കർഷകരുമായും കാർഷിക യൂണിവേഴ്സിറ്റികളിലെ വിദഗ്ധരുമായും മുഹമ്മയിലെ കർഷകർക്ക് ആശയവിനിമയം നടത്താനും സംശയ നിവാരണം നടത്താനുമുള്ള സൗകര്യങ്ങളോടെയാണ് ഓഫീസ് മന്ദിരം പൂർത്തിയാക്കുക. മുഹമ്മ പഞ്ചായത്തിൽ 8,80 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. പുനർനിർമ്മിച്ച മുഹമ്മ കൊച്ചനാകുളങ്ങര ക്ഷേത്രക്കുളത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ഷെജിമോൾ സജീവ്, ദേവസ്വം ചെയർമാൻ K. വേണുഗോപാൽ, കൺവീനർ PR രഞ്ജിത്ത്, PK കൃഷ്ണകുമാർ, KD അനിൽകുമാർ, NR രോഹിത്, എഞ്ചിനീയർ പാർവതി, സന്തോഷ്, ഷൺമുഖൻ, ഷാജി, സുഗാന്തി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ഒരു വിഭാഗം ആശാ വർക്കർമാരുടെ നേതൃത്വത്തിലുള്ള രാപ്പകൽ യാത്ര ജൂൺ 5 മുതൽ 7 വരെ ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘ ഭാരവാഹികൾ ആലപ്പുഴയിൽ പറഞ്ഞു. ആശാപ്രവർത്തകർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 10-ാം തീയതി മുതൽ തങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തി വരികയായിരുന്നു. അവരവിടെ സത്യാഗ്രഹം അനുഷ്ഠിച്ചു, നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു, രാപ്പകൽ സമരം നടത്തി, തങ്ങളുടെ മുടി മുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ഇങ്ങനെ വിവിധ തരം മാർഗങ്ങളിലൂടെ സമരം നടത്തിയെങ്കിലും, തികച്ചും ഗാന്ധിയൻ മാർഗത്തിലൂടെ സമരം നടത്തിയെങ്കിലും ഗവൺമെൻറ് വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഈ മാസം 5-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പകൽ സമരയാത്ര അത് ഈ മാസം 5, 6, 7 തീയതികളിൽ ആലപ്പുഴയിൽ എത്തിച്ചേരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ ഈ സമരയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. മിനിമം കൂലി, വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായുള്ള രാപ്പകൽ സമരയാത്ര ജൂൺ 5, 6, 7 തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരത്തോടൊപ്പം തന്നെ സംസ്ഥാനതല രാപ്പകൽ സമരയാത്ര മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ചു. വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ച് ജൂൺ 5-ന് തണ്ണീർമുക്കം വഴി ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കും. ജൂൺ 5, 6, 7 തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ രാപ്പകൽ സമരയാത്ര പര്യടനം നടത്തും.
ജൂൺ 5 തണ്ണീർമുഖത്ത് നിന്ന് ആരംഭിക്കുന്ന സമരയാത്ര പള്ളിപ്പുറം, ഒറ്റപ്പുന്ന, തുറവൂർ, മുഹമ്മ എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് സമീപത്ത് സമാപിക്കും. ആലപ്പുഴ ജില്ലയിലെത്തുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ഉചിതമായ സ്വീകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ കെ എസ് മനോജ്, കെ ജെ ഷീല, സോളമൻ, ടി മുരളി, ആൻഡ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആശാവർക്കർമാരുടെ രാപ്പകൽ യാത്ര ബുധനാഴ്ച ചേർത്തലയിലെത്തും. ജാഥയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി നേതാക്കൾ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ സമരഭൂമിക്ക് ഒരു ചരിത്രഭൂമിയായ ചേർത്തലയുടെ മണ്ണിലേക്ക്, ഇപ്പം ഞാനത് എടുത്തു പറയുന്നത്, ഒത്തിരി വിപ്ലവ സമരങ്ങളുടെ ഭൂമിയാണ് ചേർത്തല. തൊഴിലാളി സമരങ്ങളിലൂടെ കടന്നു വന്ന ഒരു ഭരണകൂടമാണ് അധികാരത്തിലിരിക്കുന്നത്. അങ്ങനെയുള്ള വിപ്ലവ സമരഭൂമിയായ ചേർത്തലയിലേക്ക് ഇത്രയും ന്യായമായ ഒരു സഹന സമരവുമായി നമ്മുടെ സഹോദരിമാരമ്മമാരെത്തുമ്പോൾ അതിനെ സ്വീകരിക്കേണ്ടത്, അതിന് പിന്തുണ കൊടുക്കേണ്ടത് ചേർത്തലയിലെ ഓരോ ആൾക്കാരുടെയും, അത് രാഷ്ട്രീയത്തിനതീതമായി ഓരോ ആൾക്കാരുടെയും ഉത്തരവാദിത്വമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 5-ാം തീയതി, ഈ വരുന്ന 5-ാം തീയതിയാണ് വ്യാഴാഴ്ച രാവിലെ ജാഥ, സംസ്ഥാന ജാഥ തണ്ണീർമുക്കത്തെത്തും. അവിടെ നിന്ന് പള്ളിപ്പുറം സ്വീകരണമുണ്ട്, തുറവൂരുണ്ട്, അവിടെ നിന്ന് മുഹമ്മ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചേർത്തലയിലേക്ക് സമാപന സമ്മേളനമായിട്ട് എത്തിച്ചേരും. അതിന് വലിയ ഓരോ ഒരുക്കങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെല്ലാം സ്വാഗത സംഘം ഭാരവാഹികളാണ്. ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയത്തിനതീതമായ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിജയത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ, ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ഈ നീതിക്ക് വേണ്ടിയുള്ള സഹന സമരത്തിന്, നിലനിൽപ്പിനായിട്ടുള്ള ഈ സമരത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാവണം. അന്ന് വൈകിട്ട് 5 മണി കഴിയുമ്പോൾ മുൻ മന്ത്രി ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ അവർകളാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ജില്ലയിലെ സത്യത്തിൽ ആദ്യത്തെ വലിയ പരിപാടി നടക്കുന്നത് ചേർത്തലയിലാണ്. ജില്ലാതല പരിപാടിയായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്ര 5-ന് ആലപ്പുഴ ജില്ലയിലെത്തും. തണ്ണീർമുഖത്താണ് ആദ്യ സ്വീകരണം നൽകുന്നത്. ചേർത്തലയിലെത്തുന്ന രാപ്പകൽ സമരം യാത്രയ്ക്ക് സ്വീകരണം നൽകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ജില്ലയിൽ 13 സ്ഥലങ്ങളിലാണ് സ്വീകരണം നൽകുന്നത്. വ്യാഴാഴ്ച രാവിലെ 9-ന് തണ്ണീർമുഖത്തും 10-ന് ഒറ്റപ്പന്നയിലും പകൽ 12-ന് തുറവൂരിലും വൈകുന്നേരം 3-ന് മുഹമ്മയിലും സ്വീകരണം നൽകും. വൈകിട്ട് 5-നാണ് ചേർത്തലയിൽ സമാപന സമ്മേളനം നടക്കുന്നത്. ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ചേർന്ന സമാപന സമ്മേളനം മുൻ മന്ത്രി ഡൊമിനിക് പ്രസൻറ്റേഷൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ആശാമാർ തെരുവിലിറങ്ങും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ S ശരത്, KR സോമശേഖരപ്പണിക്കർ, ഡോക്ടർ തോമസ് V പുളിക്കൻ, TR രജിമോൾ, K പുരുഷോത്തമൻ നായർ, PV സുരേഷ് ബാബു, KS അഷ്റഫ്, സുനികുമാരി, B ഇമാമുദ്ദീൻ, ഷെഹിൻ കൊച്ചുവാവ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴക്കാരുടെ ലൈഫ് ഓഫ് മാൻഗ്രോവ് എന്ന സിനിമ ജൂൺ 6-ന് പുറത്തിറങ്ങും. ക്യാൻസറിനെതിരെ പൊരുതി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അതിജീവനവും കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമാണ് സിനിമയുടെ പ്രമേയം. 6-ാം തീയതി പടം റിലീസ് ചെയ്യുകയാണ്. 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ്. 6-ാം തീയതി പടം റിലീസ് ചെയ്യുകയാണ്. ആലപ്പുഴയുടെ ഒരു ചരിത്രം ഈ സിനിമയിലുണ്ട്. അത് ഞാൻ ഓരോ കഥാപാത്രങ്ങളെ പറയുമ്പോൾ പറയാം. ഇതിലിപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ ഒരു പ്രസ് മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അത് രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സംഗീതം. ഇതിൻ്റെ സംഗീതം എന്ന് പറയുമ്പോൾ ജോസി ആലപ്പുഴയാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പഴയ ബുദ്ധിസ്റ്റുകളുടെ ഒരു പാരമ്പര്യമുണ്ട് ആലപ്പുഴയ്ക്ക്. അറിയാമല്ലോ, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ശ്രീമൂലവാസം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധവികാര കേന്ദ്രമായിരുന്നു ആലപ്പുഴ. അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മുടെ ഈ സിനിമയിൽ വരുന്നുണ്ട് പറയുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധ ഇതിൽ സംഗീത ആ ഒരു ടച്ചിലാണ് ഇത്തരം സംഗീതങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പാട്ട് എഴുതിയിരിക്കുന്നത്, വരികൾ എഴുതിയിരിക്കുന്നത് DB അജിത്താണ്, കവിയാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട്, ഇപ്പോൾ പാട്ടൊക്കെ യൂട്യൂബിൽ അവൈലബിളാണ്. മനോഹരമായ പാട്ടുകൾ എഴുതിയ ആലപ്പുഴക്കാരനാണ്. പിന്നെ ഇതിനകത്ത് പാടിയിരിക്കുന്നത് ആൻഡ്രിയ. നല്ല പാട്ട് കേട്ട് നോക്കും, നല്ല ഇതായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആൻഡ്രിയ ആലപ്പുഴക്കാരിയാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട വേഷം ചെയ്ത രാജേഷ് കോബ്ര, ഒരു ചാത്തൻ എന്ന് പറഞ്ഞൊരു കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്ന ചാത്തൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് രാജേഷ് കോബ്ര ചെയ്തിരിക്കുന്നത്. ആലപ്പുഴക്കാരുടെ ലൈഫ് ഓഫ് മാൻഗ്രോവ് എന്ന ചിത്രം ജൂൺ 6-ന് പുറത്തിറങ്ങും. ക്യാൻസറിനെ പൊരുതി ജീവിക്കുന്ന കൊച്ചു പെൺകുട്ടിയുടെ അതിജീവനവും കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമാണ് സിനിമയുടെ വിഷയമെന്ന് സംവിധായകനും അണിയറ പ്രവർത്തകരും പറഞ്ഞു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ലൈഫ് ഓഫ് മാൻഗ്രോവ്. ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും പ്രധാന നടനും ആലപ്പുഴക്കാരാണ്. S&H ഫിലിംസിൻ്റെ ബാനറിൽ ശോഭ നായർ, PV ഹംസ കൂറ്റനാട്, ഉമ്മർ പട്ടാമ്പി, സതീഷ് പൈങ്കുളം എന്നിവർ ചേർന്ന്
നിർമ്മിച്ച ചിത്രമാണിത്. രാജേഷ് കോബ്ര, സുധീർ കരമന, ദിനേശ് പണിക്കർ, നിയാസ് ബക്കർ, ഗാത്രി വിജയ് തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ക്യാൻസറിനെതിരെ പൊരുതി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അതിജീവനവും പ്രകൃതി സംരക്ഷണവുമാണ് സിനിമയുടെ പ്രമേയമെന്നും അവർ പറഞ്ഞു. ആലപ്പുഴക്കാരായ സംവിധായകൻ NN ബൈജു, നടൻ രാജേഷ് കോബ്ര, ഗാനരചയിതാവ് DB അജിത്, സംഗീത സംവിധായകൻ ജോസി ആലപ്പുഴ, ഗായിക ആൻഡ്രിയ M തിയോഡോർ, PRO MK ഷെജിൻ ആലപ്പുഴ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളം നഗരസഭാതല പ്രവേശനോത്സവം ചെയർപേഴ്സൺ P ശശികല ഉദ്ഘാടനം ചെയ്തു. കായംകുളം പുള്ളിക്കണക്ക് LP സ്കൂളിലാണ് കായംകുളം നഗരസഭാതല പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. 2025 വർഷത്തെ സ്കൂൾ അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ജൂൺ 2 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കായംകുളം പുളിക്കള്ള LP സ്കൂളിൽ വെച്ച് നടന്ന മുനിസിപ്പൽ തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല നിർവഹിച്ചു. ഞാൻ നഗരസഭാ തല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം MAC കൂടിയ സമയത്ത് ഞാൻ നമ്മുടെ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മെച്ചപ്പെടുത്താൻ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സ്കൂൾ പ്രവേശനോത്സവത്തിന് എന്തെല്ലാം ചെയ്തിട്ടുള്ളതൊക്കെ ഒരു അവലോകന യോഗത്തിൽ നഗരസഭാ തല ഉദ്ഘാടനം ആരേറ്റെടുക്കുമെന്ന് ഞാൻ ചോദിച്ചു. പലരും ഏറ്റെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു. അപ്പോഴാണ് നമ്മുടെ ഉമ്മ ടീച്ചർ അവിടെ ഇരുന്നത് പറഞ്ഞു, ചെയർപേഴ്സണെ ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ഫണ്ടില്ല, മറ്റുള്ളവരില്ല, പെട്ടെന്ന് കൊണ്ട് പറയാണ്, അപ്പം എങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഉള്ളത് കൊണ്ട് മതി. വാർഡ് കൗൺസിലർ അഖിൽ കുമാർ അധ്യക്ഷനായി. യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S കേശുനാഥ്, 29ാം വാർഡ് കൗൺസിലറും UDF പാർലമെന്ററി പാർട്ടി ലീഡറുമായ CS ഭാഷ, സ്കൂൾ HM ഉമൈറ, സ്കൂൾ PT അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. പാണാവള്ളി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. SSLC, +2, USS അവാർഡുകളും ഇതോടൊപ്പം വിതരണം ചെയ്തു. ചേർത്തല പാണാവള്ളി NSS HSS സ്കൂളിൽ പ്രവേശനോത്സവവും SSLC +2 USS മെറിറ്റോറിയൽ അവാർഡ് വിതരണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷിബി പീറ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രാജേഷ് വിവേകാനന്ദ, CP വിനോദ് കുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനിരുദ്ധൻ, ഉഷാദേവി, PTA വൈസ് പ്രസിഡന്റ് KK ഗിരീഷ്, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ TV ഹരികുമാർ, MPTA പ്രസിഡന്റ് മീര ബിജു, പ്രിൻസിപ്പൽ MR അനില, സീനിയർ അസിസ്റ്റന്റ് സീമ PR, സ്റ്റാഫ് സെക്രട്ടറി പത്മജ I, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി അഞ്ജന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ AR അശോകൻ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ബിനു PS കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ പഞ്ചായത്ത് തല പ്രവേശനോത്സവം മുഹമ്മ ഗവൺമെൻറ് LP സ്കൂളിൽ നടന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PN നസീമ ടീച്ചർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ പഞ്ചായത്ത് തല പ്രവേശനോത്സവം വർണ്ണാഭമായി. മുഹമ്മ ഗവൺമെൻറ് LP സ്കൂളിലാണ് മുഹമ്മ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PN നസീമ ടീച്ചർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം വിഷ്ണു B വട്ടച്ചിറ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി നവാഗതരെ ഉപഹാരം നൽകി സ്വീകരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ചന്ദ്ര, സ്കൂൾ PTA പ്രസിഡന്റ് B വിഷ്ണു, SMC ചെയർമാൻ സജിമോഹൻ എന്നിവർ സംസാരിച്ചു. പ്രഥമാധ്യാപിക S ജയശ്രീ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് അഞ്ജു തിലകൻ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, മുഹമ്മ. മുഹമ്മ ചാരമംഗലം SNB LP സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ലതീഷ് P ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ ചാരമംഗലം SNB LP സ്കൂളിലും പ്രവേശനോത്സവം വർണ്ണാഭമായി. പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ലതീഷ് P ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA ചെയർപേഴ്സൺ L സ്വാതി കൃഷ്ണ അധ്യക്ഷയായി. സീനിയർ അധ്യാപികമാരായ അനാർക്കലി, നിതിൻ, S അപർണ എന്നിവർ സംസാരിച്ചു. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെയും മധുരം നൽകിയുമാണ് നവാഗതരെ സ്വാഗതം ചെയ്തത്. PTA, MBTA അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. പ്രഥമാധ്യാപിക S ജയശ്രീ സ്വാഗതവും അധ്യാപിക B ശ്രീദേവി നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, മുഹമ്മ. തണ്ണീർമുക്കം പഞ്ചായത്ത് 1-ാം വാർഡിൽ പുതിയ അംഗൻവാടി പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് 90-ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം വാരനാട് ദേവീക്ഷേത്രത്തിന് സമീപം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല ഉദ്ഘാടനം ചെയ്തു. ഭൗതികപരമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് അതിമനോഹരമായ രീതിയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ എടുത്തുകൊണ്ട് 25 ലക്ഷം രൂപ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഇതിന്റെ പദ്ധതി ഈ അംഗനവാടി പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സാധിച്ചു
പഞ്ചായത്ത് അംഗം രജിമോൾ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ VS സുരേഷ് കുമാർ, ICDS ഓഫീസർമാരായ റോസമ്മ KB, ബിന്ദു B, മാധുരി I, ജയേഷ് P തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് കാട്ടുകട സദ്ഗമയ സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് ആദരിച്ചത്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കാട്ടുകട സദ്ഗമയ സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സ്കോളർഷിപ്പ് വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള നോട്ട്ബുക്ക് വിതരണവും മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു നിർവഹിച്ചു. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിൽ സദ്ഗമയ പോലുള്ള സംഘടനകൾ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണെന്ന് സ്വപ്ന ഷാബു പറഞ്ഞു. പ്രസിഡന്റ് സലിം കുമാർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. ബൈജു കുഞ്ചൂസ് പ്രസംഗിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബുവിനെ ചടങ്ങിൽ ആദരിച്ചു. 180 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും 9 കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും നൽകി. ടൈം ന്യൂസ് മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. 3.5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞെന്ന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. ആര്യാട് ജലസംഭരണിയുടെയും ജലവിതരണ ശൃംഖലയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 9 വർഷം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും കേരളം രാജ്യത്തിന് മാതൃകയായെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കിഫ്ബി വഴി മാത്രം 2460 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം സ്കൂളുകളിൽ നടപ്പാക്കിയെന്നും മന്ത്രി. കാലവർഷം ദുർബലമായെങ്കിലും കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ. MDMAയുമായി ആലപ്പുഴയിൽ യുവദമ്പതിമാർ പിടിയിൽ. ആലപ്പുഴ സ്വദേശി സിയ, ഇരിങ്ങാലക്കുട സ്വദേശിനി സഞ്ജുമോൾ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ജൂൺ 3 അന്തർദേശീയ സൈക്കിൾ ദിനം. 19ാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ജനകീയ വാഹനമാണ് സൈക്കിൾ. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും സൈക്കിളും സൈക്കിൾ യാത്രയും പലരുടെയും ജീവിതത്തിൻ്റെ ഭാഗം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.